രാമലക്ഷ്മണന്മാരുടെ ചിത്രം മാംസ പ്ലേറ്റിന് മുന്നിൽ വച്ചാൽ അതിനെ ഹിന്ദുക്കൾ സഹിക്കണം എന്നാണ് പറയുന്നത്. ഇനി അത് നടപ്പില്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് സ്വാമി ചിദാനന്ദപുരി. വിശദമായി പറയാം എന്താണ് ഈ കേരളത്തിൽ സംഭവിക്കുന്നത്. നോക്കൂ, വിഷു ദിനത്തിലാണ് ആലപ്പുഴയിൽ ഒരു മന്തി റെസ്റ്റോറൻറ്റ് വിഷു പരസ്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രം ഉൾപ്പെടുത്തി വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുത്തിയത്. പരാതിന്മേൽ പോലീസ് കേസെടുത്തു. കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വമോ ദുരുദ്ദേശപരമോ ആയ പ്രകോപനത്തിനാണ് ഭാരതീയ ന്യായ സംഹിത 192 പ്രകാരം കേസെടുത്തത്. ചേർത്തലയിലെ മെഹർമന്തി റെസ്റ്റോറൻറ്റ് ഉടമ അങ്ങനെ അറസ്റ്റിലായതിന് പിന്നാലെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. മലപ്പുറത്തും ഇതാ മന്തിയുടെ ചിത്രം വെച്ച വിഷു പോസ്റ്റർ പുറത്തിറങ്ങിയത് തെളിവായി പുറത്തു വന്നിരിക്കുന്നു. അവിടെയും പോലീസ് പോസ്റ്റർ പ്രചരിപ്പിച്ചതിന് ഇതേ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണന് മുന്നിൽ ചിക്കൻ മന്തി വെച്ച പോസ്റ്ററാണ് സമൂഹ മാധ്യമങ്ങളിൽ മലപ്പുറത്തും പ്രചരിച്ചത്. അറേബ്യൻ മജ്ലിസ്, റെയ്ദാൻ എന്നീ ഹോട്ടലുകളുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം വഴിയാണ് ഈ പോസ്റ്റർ പ്രചരിച്ചത്. സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിത 192 തന്നെ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോട്ടക്കൽ പോലീസാണ് കേസെടുത്തത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു മതത്തിലെയും പൂജാബിംബങ്ങളെയോ നമ്മുടെ സാംസ്കാരിക ബിംബങ്ങളെയോ അവഹേളിക്കാനുള്ള അവിവേകം ആർക്കും ഉണ്ടാകരുതേ എന്നാണ് സ്വാമി ചിദാനന്ദപുരിയുടെ ആഹ്വാനം. അതിനുള്ള പ്രതികരണ പ്രവർത്തനങ്ങൾ സമാജത്തിൽ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും ഒരു മതമായോ മതങ്ങളുമായോ കൂട്ടിക്കുഴയ്ക്കേണ്ടുന്നൊരു വിഷയമേ അല്ല എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. രാഷ്ട്ര വിഘടനവാദവുമായും മതഭീകരതയുമായും ബന്ധിപ്പിക്കേണ്ടതാണെന്നും വ്യക്തമായി തന്നെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായി പറയുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അവഹേളിക്കുന്ന രീതിയിൽ പരസ്യ ചിത്രം പ്രചരിപ്പിച്ച മന്തി കടകൾ നാം ബഹിഷ്കരിക്കണമെന്ന്. ഇങ്ങനെ മതസംസ്കാരങ്ങൾ നിന്ദിക്കുന്നവർ രാഷ്ട്രദ്രോഹികളാണെന്നും ഇത്തരം ആസൂത്രിതമായ ദുഷ്പ്രവൃത്തികളെ കണ്ടില്ലെന്ന് ഇനിയും നടിച്ചാൽ നാളത്തെ കാലം ആപൽക്കരമാകുമെന്നും സ്വാമി ചിദാനന്ദപുരി മുന്നറിയിപ്പ് നൽകുന്നു. ദുഃഖകരമെന്ന് പറയട്ടെ, ഇക്കഴിഞ്ഞ വിഷുനാളിൽ ഹൈന്ദവ ചേതനയെയും നമ്മുടെ വിശ്വാസങ്ങളെയും ധന്യമായ വിഷുക്കണി സങ്കല്പത്തെയുമൊക്കെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ ഒരു ദിവസം സംഭവങ്ങൾ അരങ്ങേറിയത്. അതും കേരളത്തിൻ്റെ വിഭിന്നങ്ങളായ പ്രദേശങ്ങളിൽ നിന്നും. ഒരേപോലെ സമാനതകളുള്ള ആശംസ അവഹേളന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിനെയും സഹിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? വ്രണത സമാജത്തിൽ നിന്നും സ്വാഭാവികമായും പ്രതികരണമുണ്ടായി. എന്തായിരുന്നു മറുന്യായങ്ങൾ? വന്നുപോയ അബദ്ധം, സതുദ്ദേശപൂർണം, മതേതരം, ഇങ്ങനെയൊക്കെ നിലയിൽ ആ നെറുകേടിനെ ന്യായീകരിക്കാനും വെള്ളപൂശാനും ഒട്ടേറെ പ്രഗത്ഭർ രംഗത്ത് വന്നു എന്നതാണ് ദുഃഖകരം. പരിമിതമായ ആശയപ്രചരണ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ ആയിക്കൊള്ളട്ടെ. എന്നാൽ സത്യം മാത്രമേ ആത്യന്തികമായി എവിടെയായാലും നിലകൊള്ളൂ, എവിടെയായാലും കുടികൊള്ളുകയുള്ളൂ. എന്തൊക്കെയാണ് മറ്റു ചില വാദങ്ങൾ? ഭഗവാൻ ശ്രീകൃഷ്ണൻ മാംസം കഴിച്ചിരുന്നു, ശ്രീരാമൻ മാംസം കഴിച്ചിട്ടില്ലേ, മുത്തപ്പന് കള്ളും മത്സ്യവും നേദിക്കില്ലേ? ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ആരൊക്കെയോ പുരാണങ്ങളിൽ നിന്ന് തേടിപ്പിടിച്ച് നിർത്തുന്നവർ പറയുന്നത് അതൊക്കെ വിഷയമറിയാതെയുള്ള മുടന്തൻ ന്യായവാദങ്ങൾ മാത്രമാണ്. ഒരേ സമയം കേരളത്തിലെ 8-9 ഇടങ്ങളിൽ നിന്നും സമാനമായ ഇത്തരം അവഹേളന പരസ്യങ്ങൾ ഇറക്കപ്പെട്ടത് ആകസ്മികമെന്നോ സതുദ്ദേശപൂർണമെന്നോ സാമാന്യബോധമുള്ള ആർക്കും ഉൾക്കൊള്ളാനാകില്ല. നമ്മുടെ നാട്ടിൽ സാഹോദര്യവും സഹവർത്തിത്വവും പുലരണമെന്നും സ്വാമി വ്യക്തമായി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ന്യായവും നീതിയുക്തവുമായ ഒരു അന്വേഷണം, തുടർ നടപടികളും നിയമപാലകർ നടത്തണം. ഈ വിഷയത്തിൽ ഇത്തരം നെറുകേട് കാട്ടിയ സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുക എന്നതാണ് രാഷ്ട്രസ്നേഹികളായ സാമാന്യ ജനങ്ങളുടെ പ്രാഥമിക കർത്തവ്യമെന്ന് സ്വാമി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മതത്തിലെയും പൂജാബിംബങ്ങളെ അപമാനിക്കാനുള്ള ഔദാര്യം ആർക്കും ഉണ്ടാകരുത്, ഇനി ഒരിക്കലും, ഇനിമേലിൽ. ആദ്യം ആ ചേർത്തലിൽ ചെയ്തതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്യാതിരിക്കുക.
ഒരു മതത്തിലെയും പൂജാബിംബങ്ങളെയോ നമ്മുടെ സാംസ്കാരിക ബിംബങ്ങളെയോ അവഹേളിക്കാനുള്ള അവിവേകം ആർക്കും ഇനി അങ്ങോട്ടുണ്ടാകരുത്. അതിനുള്ള പ്രതികരണ പ്രവർത്തനങ്ങൾ സമാജത്തിൽ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ജനം, സാമാജികർ ഒന്നിക്കേണ്ടതുണ്ട്. ഉണ്ണിക്കണ്ണനെ അപമാനിക്കുന്ന ശാസ്ത്രവിരുദ്ധമായ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരിൽ പലരും ശ്രീരാമൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീരാമൻ ഭക്ഷണം കഴിച്ചിട്ടില്ലേ, മുത്തപ്പന് കള്ളും മത്സ്യവും നീതിമല്ലേ, ഇങ്ങനെയൊക്കെയുള്ള അയുക്ത യുക്തികളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ക്ഷത്രിയ മഹാരാജാവായിരുന്ന ശ്രീരാമൻ മാംസം കഴിച്ച വിഷയം വിഷുക്കണിയും ഉണ്ണിക്കണ്ണനുമായി ബന്ധപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നത്? ഇനി അന്നുള്ള ക്ഷത്രിയർക്ക് വിഹിതമായ വിധം കാട്ടിൽ വേട്ടയാടി ഭക്ഷിച്ച രാമലക്ഷ്മണന്മാരുടെ ചിത്രം മാംസപ്ലേറ്റ് മുന്നിൽ അപമാനിക്കാൻ വേണ്ടി ഇന്ന് തയ്യാറാക്കിയാൽ അതിനെ ഹിന്ദു സമാജം സഹിക്കണമെന്ന് ഒരു പ്രമാണത്തിലും പറയുന്നില്ല. അവിടെ മറ്റൊരു ചോയ്സുമില്ല എന്ന് തന്നെയാണ് വ്യക്തമായി പറയേണ്ടത്. ഇതുപോലെ അവിവേകത്താൽ ആരെങ്കിലും ഇതര മതബിംബങ്ങളെ അവഹേളിക്കുന്നത്, അത് ഏത് മതമായിക്കോട്ടെ, അത് ആവിഷ്കാര സ്വാതന്ത്ര്യമായി ഒരിക്കലും ബന്ധപ്പെടുത്താനാകില്ല. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമായി ഒരിക്കലും മാനിക്കപ്പെടാനുമാകില്ല. മാത്രമല്ല, ശ്രീകൃഷ്ണൻ അപമാനിച്ചത് പറയുമ്പോൾ ശ്രീരാമചരിതം ഉദ്ധരിക്കുന്നവർ ഭഗവാൻ തന്നെ ഉഗ്ര നരസിംഹമൂർത്തിയായി വന്നപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ മാറ് പിളർന്ന് രക്തം കുടിച്ചിട്ടുണ്ട് എന്നും ഒന്നറിയണം. അപമാനഭാരമേറുകയും ഭക്തധർമ്മ സംരക്ഷണത്തിനുള്ള അനിവാര്യത വരികയും ചെയ്തപ്പോൾ ജഡമായ ഒരു തൂണിൽ നിന്നുമാണ് ആ ചൈതന്യ സ്വരൂപം പുറത്തു വന്നത്. മത്സ്യം, വരാഹം, കൂർമ്മം തുടങ്ങിയ അവതാരങ്ങളിൽ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടാകാം? അത് വാമനമൂർത്തിയുമായോ ഭാർഗവ രാമനുമായോ ഒക്കെ ബന്ധിപ്പിക്കുന്നത് മൂഢത എന്നല്ലാതെ മറ്റെന്തുമായിട്ടും വിശേഷിപ്പിക്കാനുമായില്ല. സാത്വികവും രാജസികവും താമസികവുമൊക്കെയായ ആരാധനാക്രമങ്ങളിലുള്ള വിഭിന്നതകൾ ഏറെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതാണ് നമ്മുടെ ആചാരം. ഈ വിഭിന്നതകൾ അറിയാത്തവർ ഭദ്രകാളിയുമായും മുത്തപ്പനുമായും ഗുളികനുമായും ഒക്കെ ഉണ്ണിക്കണ്ണനെ ചേർത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നത് അസ്വീകാര്യമാണ്. ഈ വിധത്തിലുള്ള എല്ലാ ആരാധനാക്രമങ്ങളെയും അതതിൻ്റെ ദിവ്യതയിൽ കാണുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ, മലയാളിയുടെ ആ അകമനസ്സ്. ശ്രീകൃഷ്ണൻ മാംസം കഴിച്ചിരുന്നു എന്നത് മറ്റൊരു വാദം. വ്രജവാസിയായിരുന്ന ഉണ്ണികൃഷ്ണനോ വൃന്ദാവന വിഹാരിയായിരുന്ന ബാലഗോപാലകൃഷ്ണനോ മാംസം ഭുജിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ? എന്തെങ്കിലും ഒരു ശാസ്ത്രപ്രമാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുരാണത്തിലെ ഏട്? അതുകൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത്, ആദ്യം ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റുകൾ ഇനി ചെയ്യാതിരിക്കുക. ഒരു മതത്തിലെയും പൂജാബിംബങ്ങളെയോ നമ്മുടെ സാംസ്കാരിക ബിംബങ്ങളെയോ അവഹേളിക്കാനുള്ള അവിവേകം ആർക്കും ഉണ്ടാകരുത്. ഇത് ഏതെങ്കിലും ഒരു മതവുമായോ മറ്റ് മതങ്ങളുമായോ കൂട്ടിക്കുഴയ്ക്കേണ്ട ഒരു കാര്യവുമല്ല. രാഷ്ട്ര വിഘടനവാദവും മതഭീകരതയുമായി ബന്ധിപ്പിക്കേണ്ട വിഷയങ്ങൾ ആണ് എന്നുള്ള ആ ഒരു ഗൗരവം എല്ലാവർക്കും ഉണ്ടാകണം, സാമാജികർക്കുണ്ടാവണം. സഗൗരവം ചിന്തിക്കണം. ഇത് രാഷ്ട്ര പുനർനിർമ്മാണത്തെ തടസ്സപ്പെടുത്തുന്ന വിഘടനവാദ പ്രവർത്തനങ്ങളാണ് ഇത്തരം പോസ്റ്ററുകൾ പോലും.